സാന്ദ്ര തോമസ്, ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനെതിരെയാണല്ലോ ഇപ്പോൾ കേസ്. സാന്ദ്രയ്ക്ക് ഈ ഘട്ടത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എഗെയിൻസ്റ്റ് തന്നെ കേസ് കൊടുക്കേണ്ടി വരികയും പൊരുതേണ്ടി വരികയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്റെ തൊഴിലിടത്തിൽ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത് സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. വിഷമമുണ്ട് സത്യത്തില്. പക്ഷെ എനിക്ക് മുന്നോട്ട് പോകുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. നമ്മൾ എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അത് ഞാൻ തുറന്നു പറഞ്ഞതിന്റെ പേരിലും കേസായതിന്റെ പേരിലും എന്നെ അവിടുന്ന് പുറത്താക്കാനായിട്ട് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ വഹിച്ച പങ്ക് വലുതാണ്. അപ്പം അത് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ടോർച്ചറിൽ നിന്നാണ് ഈ അവസാനം ഈ കേസ് വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ തരത്തിലാണ് ഭീഷണി ഉണ്ടായത് എന്നതിലാണ് തന്നെ ഇനി സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് കൊടുത്തതിന്റെ പേരിലാണല്ലോ എന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കുന്നതും. ഇതൊക്കെ എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നോട്ട് മാറ്റാനായിട്ട് ഇവർ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇത് കൂടാതെ പരസ്യമായി തന്നെ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല. കാര്യം അദ്ദേഹത്തിനോട് തിരിച്ചു സംസാരിക്കുന്ന, തിരിച്ചു ചോദ്യം ചെയ്യുന്ന ഒരാളെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്നെ ഇനി സിനിമ ചെയ്യിക്കില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന സഹകരിക്കില്ല എന്നൊക്കെ അദ്ദേഹം എന്നോട് ഫോണിലും പേഴ്സണലിയും അല്ലാതെ പബ്ലിക്കായി ചേംബറിൽ എല്ലാവരും ഇരിക്കുന്ന ഒരു സഭയിലും അദ്ദേഹം പരസ്യമായി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് അദ്ദേഹം ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി പറയുമോ? അങ്ങനെ തിരിച്ചടി ഇട്ടിട്ടില്ലേ? ഇപ്പൊ എനിക്കത് പ്രതികരിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് മിണ്ടാതെ നിന്ന് കേൾക്കാനേ പറ്റുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ പ്രതികരിക്കാൻ പറ്റിയില്ല. അതിക്രമങ്ങൾക്ക്, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെ, സിനിമാ മേഖലയിലെ പുരുഷ ആധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ഹേമ കമ്മിറ്റിയൊക്കെ നിലവിൽ വരുന്നത്. അത് സ്ത്രീകൾക്ക് ഒരു പരിധിവരെ സഹായകമാകുമെന്ന് കരുതിയത് കൊണ്ടുകൂടിയാണല്ലോ സാന്ദ്ര ഇത്തരത്തിൽ കമ്മിറ്റിക്കെതിരെ ഇത്രയും വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മൊഴിയായി നൽകിയതും. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരൊക്കെ പെരുമാറുന്നത് എന്നാണ് സാന്ദ്രയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രതികരിക്കാനുള്ളത്. കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ വളരെ പോസിറ്റീവായ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, ഞാനും പ്രതീക്ഷിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോഴും ഞാൻ അത് പ്രതികരിക്കുകയും അതിന്റെ പേരിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോ പൊതുവിൽ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താ, ഇത്രയ്ക്കേ സംഭവിക്കാനുള്ളൂ എന്ന്. അതുവരേക്കും ഇവർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ സംഭവിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇപ്പൊ ഒരു കേസ് ഇവർ പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമേജിനെ ബാധിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇപ്പൊ ആ ഭയം അങ്ങ് ഇല്ലാണ്ടായി. ഇപ്പൊ ഈ കേസ് കൊടുക്കുന്ന ആൾക്കാരെ തന്നെ പുറത്താക്കുക, അവർക്ക് ഇപ്പൊ ഫെഫ്കയിൽ നിന്ന് തന്നെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ആളുകളെ അവർ പുറത്താക്കി. അപ്പം അത് പുറത്താക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോഴും അവരുടെ ഈ സ്വേച്ഛാധിപത്യം സുഗമമായിട്ട് നടന്നു പോവുകയാണ്. അപ്പൊ ഇനിയിപ്പൊ ആരും അവരെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ വേഴ്സ് ആവുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭയം അതില്ലാണ്ടായി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് മുകളിൽ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം, ഇവർക്ക് എല്ലാ മേഖലകളിലുമുള്ള സ്വാധീനവും എല്ലാം ഉപയോഗിച്ച്, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വാക്ചാതുര്യമുള്ള ആളുകളാണ്, ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ അറിയാവുന്നവരുമാണ്. അപ്പൊ അവർക്ക് എന്തും പറയാലോ. അദ്ദേഹം പല ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ അസത്യങ്ങളാണ്. അപ്പൊ അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന, എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനോട് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവും ഇല്ല. പക്ഷെ അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം അദ്ദേഹം പറയുന്നു ഇനി സാൻഡ്ര ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഫെഫ്ക അതുമായി സഹകരിക്കും എന്ന് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് ഇനി ഞാൻ കൂടുതൽ ഭയക്കേണ്ടത്. കാര്യം വിനയൻ സാറിനോടൊക്കെ ഇത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തോട് സഹകരിക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ പലരോടും ചെയ്തിട്ടുണ്ട്. അപ്പൊ പുറത്ത് പറയുന്നതൊന്നും അകത്ത് ചെയ്യുന്നത് വേറൊന്നുമാണ്.